നല്ല ലുക്കാണല്ലോ ഇത് ശരിക്കും കേട്ടോ. ഞാൻ വരുന്ന വഴിക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുടി വെട്ടാൻ വേണ്ടി കയറി. മാസ്ക് വെച്ചോണ്ടിരിക്കാവളെന്ന് പറഞ്ഞു ഡോക്ടർ. നിങ്ങളുടെ ഒന്നും വായു ശ്വസിക്കരുതെന്ന് പറഞ്ഞു. അപ്പം അതുപോലെ ഇന്നൊരു യാത്രയിലാണ് കേട്ടോ. യാത്ര പോകുന്നത് എവിടേക്കാണെന്ന് വഴിയെ പറയാം. കൂടെ അമ്മയും വസ്തുയമ്മയും ഉണ്ടായിരുന്നു, വല്യമ്മച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അവരുണ്ട് ഇന്നലെ പറഞ്ഞതുപോലെ ഒരു മരണ വീട്ടിൽ പോകാനുണ്ടായിരുന്നല്ലോ. അവരവിടേക്ക് പോകാനായിട്ട് കുണ്ട്ര വന്നപ്പോൾ ഇറങ്ങി കേട്ടോ. ഇന്ന് വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുള്ള രഹസ്യമായ രീതിയിൽ അമ്മയോട് ചോദിച്ചാണ് ലിജി ഇപ്പോൾ ചെയ്തത് കേട്ടോ. അതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് എവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ പതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആണല്ലോ. നമ്മൾ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാവേണ്ടെന്ന് കരുതിയാൽ പലപ്പോഴും പല വീഡിയോകളൊക്കെ സ്കിപ്പ് ചെയ്ത് ചില വീഡിയോകൾ മാത്രം എടുക്കുന്നത് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് ദിവസങ്ങളായി ഹോസ്പിറ്റലിൽ കാര്യങ്ങളായിട്ട് ഇറങ്ങി കിടക്കുക. അപ്പം വീഡിയോ കാണുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് യാതൊരു പ്ലാനും ഇല്ല ഇറങ്ങിയ കേട്ടോ. അതുകൊണ്ട് തന്നെ ലിജിക്ക് നല്ല പ്ലാൻ ഉണ്ടായിരുന്നു ഇന്നൊരു വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെ ലിജി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഞാൻ പിന്നെ നിരുത്സാഹപ്പെടുത്താൻ പോയില്ല. മറ്റൊന്നുമല്ല, നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം വീഡിയോ എടുക്കാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ മൈക്കും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലിജിയുടെ വോയിസൊന്നും അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. നമ്മൾ വണ്ടിയിലായതുകൊണ്ടേ റോഡിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സൗണ്ട് കറക്റ്റായിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ലിജി പറയുന്ന കാര്യങ്ങൾ എന്തായാലും ഞാനിന്ന് പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ പോകുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. നമ്മളിന്ന് പോകുന്നത് കൊല്ലത്തെ കൊട്ടിയത്തുള്ള ഹോളി ക്രോസ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ നമ്മൾ ഇതിന് മുന്നേ പോയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ ഒരുപാട് നാൾ അവിടെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായി കിടന്ന സമയത്തൊക്കെ നമ്മൾ ആ സമയത്തുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തിനാണെന്നുള്ള കാര്യങ്ങൾ പറയുകയാണ്. എനിക്കും ലിജിക്കും മരുന്ന് മേടിക്കാൻ വേണ്ടിയിരുന്ന് പോകണം കേട്ടോ. എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് ബ്ലഡ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ ഫുഡൊന്നും കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ലിജിക്ക് പിന്നെ നമ്മൾ രാവിലെ എവിടെ പോയാലും രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് പാല് കിട്ടുന്നത് എനിക്ക് നിർബന്ധമാണ് കേട്ടോ. രാവിലെ ലിജി നിർബന്ധിച്ചാലും അമ്മ രാവിലെ ഒരു പാലൊക്കെ കാച്ചി കൊടുക്കും കേട്ടോ. ലിജിയുടെ ഒരു എനർജി എന്ന് പറയുന്നത് രാവിലെ ഒരു പാല് കുടിച്ചാൽ ആ എനർജി വരും കേട്ടോ. സംസാരിക്കാനും ഒക്കെ ഒരു ഊർജ്ജം അപ്പോഴാണ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഇനി അടുത്ത പരിപാടി നേരെ ഹോസ്പിറ്റലിൽ പോവുക, ബ്ലഡ് ചെക്കപ്പ് ചെയ്യുക, അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പം എനിക്ക് ചെക്കപ്പ് ബ്ലഡ് ചെക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ലിജിക്ക് ഒരു 3:30 ആകുമ്പോൾ ലിജിക്ക് ഡോക്ടറെ കാണണം. അതിനുശേഷം ലിജിക്കും ബ്ലഡിൻ്റെ ചെക്കപ്പും കാര്യങ്ങളെല്ലാം നടത്തണം കേട്ടോ. ലിജിക്ക് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിലായ സമയം മുതൽ ലിജിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് മുതൽ അവിടുന്ന് തൈറോയിഡിൻ്റെ ടാബ്ലറ്റും കാര്യങ്ങളെല്ലാം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് നമ്മൾ മേത്ര ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻ അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് തൈറോയിഡിൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തണം. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ TSHൻ്റെ ചെക്ക് ചെയ്തിട്ട് അടുത്തുള്ള ഡോക്ടേഴ്സിനെ കാണിച്ച് മരുന്ന് കഴിക്കാറുണ്ട്. പക്ഷേ ഏതായാലും ഹോർമോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായതുകൊണ്ടേ വിദഗ്ധമായ ഒരു ഡോക്ടറെ തന്നെ കാണണമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് കാണുന്നത് എൻഡോക്രിനോളജിസ്റ്റിനാണ് കേട്ടോ, എൻ്റെ ആവശ്യത്തിന് കാണുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ലിജിക്കൂടി ഇന്ന് മരുന്ന് മേടിക്കാമെന്ന് കരുതി. ലിജി ഇടയ്ക്ക് പറയുന്നത് എന്താ വെച്ചാലേ, നമ്മുടെ വണ്ടി ഇടയ്ക്ക് ഹമ്പൊക്കെ ചാടുമ്പോൾ നമ്മുടെ ലിജിയുടെ വോയിസൊക്കെ ഇടയ്ക്കൊന്ന് ഹൈ ആയിട്ട് വരും കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഉള്ളിൽ നിന്നൊരു ചെറിയൊരു പ്രഷർ പുറത്തേക്ക് വരുന്നതാണ് കേട്ടോ. ലിജിക്ക് വലിയ രീതിയിൽ സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വോയിസ് വലിയ സ്ട്രെങ്തിൽ സംസാരിക്കാൻ കേൾക്കുമ്പോൾ നമുക്കൊരു ലോ വോയിസ് പോലെ തോന്നുന്നത്. എന്തായാലും നമ്മുടെ ഹെൽത്തൊക്കെ ഓക്കെ വരുമ്പോഴത്തേനെ ആ സൗണ്ടൊക്കെ തിരിച്ചു കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല, അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഹോസ്പിറ്റലിലെത്തി. ഞാൻ ബ്ലഡ് ചെക്കപ്പിനുള്ള ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ പോയപ്പോൾ ലിജിനെ അവിടെ ഇരുത്തിയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ഒരുപാട് ഫോളോവേഴ്സ് ഒന്ന് ലിജിയോട് സംസാരിച്ചിട്ടൊക്കെ പോയി. ഇങ്ങനെ കാര്യത്തിൽ എനിക്ക് പേടിക്കുകയില്ല കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ നമ്മളെ അറിയുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ. അവരോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് എവിടെ ഒന്ന് നോക്കിക്കോണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എന്തെങ്കിലും ബില്ലടയ്ക്കാനും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് അങ്ങോട്ടൊന്ന് മാറുന്നത് കേട്ടോ. പിന്നെ ബില്ലൊക്കെ അടച്ച് ബ്ലഡും കൊടുത്തിട്ട് അപ്പോൾ ലിജി ഇത് ചെക്ക് ചെയ്യണം കേട്ടോ, ബ്ലഡ് കൊടുത്ത്. കാരണം ലിജിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നതൊക്കെ പേടിയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഒത്തിരി മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇഞ്ചക്ഷനൊക്കെ വന്നാൽ കാര്യമില്ല. ആദ്യ സമയത്തൊക്കെയാണ് ലിജി ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് വിളിക്കുമ്പോഴേ കരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങും. ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ലിജി എവിടെ പോയാലും ലിജിനെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർ പിന്നെ എന്തെങ്കിലുമൊക്കെ സമാധാനിപ്പിച്ച് അതൊക്കെ അങ്ങ് എടുക്കും കേട്ടോ. മാനസികമായ ബലം ഇങ്ങനെ വന്ന് വരുന്നതനുസരിച്ചിട്ടേ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ പതിയെ ഇങ്ങനെ ഓക്കെ വരും. നമ്മൾ പോലും അറിയാതെ പല കാര്യങ്ങളും ഇങ്ങനെ ഓക്കെ വരുന്നില്ലേ, അതാണ് സംഭവം. അങ്ങനെ നമ്മളിത് ബ്ലഡൊക്കെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റിന് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ബ്ലഡ് എടുക്കണം കേട്ടോ. അപ്പോൾ ലിജിയുടെ ബ്ലഡ് ഇപ്പോൾ എടുക്കത്തില്ല. ലിജിയുടെ ബ്ലഡ് നേരത്തെ പറഞ്ഞ പോലെ 3:30 ശേഷം ഡോക്ടറെ കണ്ട് ഡോക്ടർ കുറിച്ചെന്നാൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ലിജി ഒരു കേക്കും ഒരു പാലും കഴിച്ചു കേട്ടോ. അത് തൊട്ടപ്പുറത്തൊരു അമ്മച്ചി വന്നിരിപ്പുണ്ടായിരുന്നു. അമ്മച്ചോട് വിവരങ്ങളൊക്കെ ലിജി തിരക്കാണ് കേട്ടോ. അതിനൊക്കെ ലിജി ഭയങ്കര പിടിക്കുക കേട്ടോ. കാര്യങ്ങളൊക്കെ തിരക്കി മനസ്സിലാക്കാൻ ഭയങ്കര പിടിക്കുകയാണ് ലിജി. അങ്ങനെ 3:30 വരെ ഞങ്ങളിനി വെയിറ്റ് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അതിക്രമിച്ച് കയറി കിടക്കുന്നുണ്ടോ. ഞങ്ങൾ നടന്ന് വന്നപ്പോൾ ഇവിടെ ഒരു വാർഡുണ്ട് കേട്ടോ. പണ്ട് അച്ഛനും ഇവിടെ കിടന്നേ. അപ്പോൾ ലിജിക്ക് കിടക്കണം ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പം 1 മണിയാവാൻ പോകുന്നേ ഉള്ളൂ. 3:30 ഡോക്ടറെ കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലിജിനെ ഇവിടെ കിടത്തി കേട്ടോ. ഇനി അവരൊന്ന് ഇറക്കി വിടുന്നൊന്നും അറിയില്ല അല്ലേ. ഇറക്കി വിടുമോ എന്നാ വിടി.
പറഞ്ഞോളൂ. ലിജി പറഞ്ഞോളൂ പറഞ്ഞേക്കാം കേട്ടോ. അങ്ങനെ നീണ്ട 3 മണിക്കൂർ വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ കേട്ടോ. 12 മണി തൊട്ട് വെയിറ്റ് ചെയ്യാം. 12 മണിക്കൂർ 4 മണിക്കൂർ 11 മണിക്ക് നമ്മൾ 4 മണിക്കൂർ 4 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. 10 മണി കഴിഞ്ഞപ്പം ബ്ലഡ് എടുത്തു. 2 മണിക്കൂർ 12 മണിക്ക് മൊത്തം 4 മണിക്കൂറായിട്ട് ഞങ്ങൾ വെയിറ്റിങ്ങിലായിരുന്നു. ഈ ആശുപത്രി തന്നെ നിന്ന് കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ ചോറൊക്കെ കഴിച്ചു. പിന്നെ അവിടെ ഇവിടെയായിട്ട് വേറെ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഞങ്ങൾ ഇവിടെ വന്ന് കാണിച്ചതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ ഈ ഹോസ്പിറ്റലിൽ. ലിജിനെ എനിക്ക് കെയർ ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാട്ടോ. ഇതുപോലെ ലിജിക്ക് കൂടെ കാണിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ലിജിയുടെ തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടേ. അപ്പം അതോടെ ചെക്ക് ചെയ്യാമെന്ന് കരുതി. 3:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ നമ്പർ, എൻ്റെ നമ്പർ ലിജിയുടെ നമ്പർ 4 എൻ്റെ നമ്പർ 6 കേട്ടോ. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ലിജിയമ്മ കാത്തിരിക്കുകയാണ്. ലിജിയമ്മ ലിജി ആൻറ്റി ഓക്കെ. ലിജി ആൻറ്റി എന്ന് വിളിച്ചോ? ഓക്കെ. ലിജി ചേച്ചി വിളിച്ചാലോ? നിൻ്റെ കൊക്കോ ഇവിടെ ഭാര്യമാരുടെ ഉത്തരവാദിത്തമാണ് ആശുപത്രി വരുമ്പോൾ പേപ്പർ പിടിക്കുക, വെള്ളം പിടിക്കുക, കവർ പിടിക്കുക എന്നൊക്കെ ഉള്ളത്. ഞാൻ അതുകൊണ്ട് ഏൽപ്പിച്ച് മറന്നുപോയി കുറച്ച് നേരമായിട്ട്. ഇവിടെ ഭാര്യമാരുടെ ഉത്തരവാദിത്തം അതറിയാം. കുഞ്ഞുങ്ങളെ പിടിക്കുക, കുപ്പി പിടിക്കുക. ഇന്ന് നീ ഭാര്യയല്ലേ? ഇതിന് ഭർത്താവാണോ? ആരോ വെച്ച്? ആ പിന്നെ ആരെ കളിക്കാതെ സുഖമായിട്ടിരിക്കുന്നത്. സ്ഥലം എവിടെ? പക്കം ആറ്റിങ്ങലാ. നമ്മുടെ ഒരു ഫോളോവർ സബ്സ്ക്രൈബറാണ് കേട്ടോ. സംസാരിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേരെ കണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് കേട്ടോ. എപ്പോൾ വന്ന പരിപാടിയായിരുന്നു. നേരെ വീട്ടിൽ പോയിട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് സിനിമയ്ക്ക് പോയാലെന്ന് ആലോചിച്ച് ഒരുപാട് സമയമുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തിന് ടൈമിൽ സിനിമ ഇല്ലായിരുന്നു. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. നല്ലൊരു സിനിമയ്ക്ക് ഞങ്ങൾ എന്തായാലും പോകാൻ ഇല്ലത് ജീവിതം അങ്ങനെ ആഘോഷിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. ഇനി തിങ്കളാഴ്ചയാണ് ലിജിക്ക് ഡോക്ടറെ കാണാനുള്ളത്. ഈ റിസൾട്ട് വന്നതിന് ശേഷം ഡോക്ടർ മരുന്ന് മാറ്റണോ വേണ്ടതൊക്കെ തീരുമാനിക്കും. എനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഡയബറ്റിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്തായാലും അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസത്തോടെ ഒന്ന് ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് മരുന്നൊക്കെ കഴിച്ചാൽ എല്ലാം റെഡി ആവുമെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഇന്നൊരു ദിവസത്തെ നമ്മുടെ ഹോളി ക്രോസ് ഹോസ്പിറ്റലിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വണ്ടിക്കകത്തൊന്ന് കയറി കേട്ടോ. ഇപ്പം വീൽ ചെയർ അവിടുന്ന് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് വന്ന് ഇവിടെ പുറത്തുകൊണ്ട് നമ്മുടെ വണ്ടി കിടന്ന സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റാണ് കേട്ടോ. കാരണം ഇതിനകത്ത് വീൽ ചെയർ പാർക്കിംഗ് ഇല്ല കേട്ടോ. കാരണം പേഷ്യൻറ്റിനെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഇറക്കിയിട്ട് തൊട്ടടുത്ത ഹോസ്പിറ്റലിലൊക്കെ കയറാം കേട്ടോ. ഇവിടെ അങ്ങനത്തെ കൊണ്ടൊന്നുമില്ല. അത് ചോദിച്ചപ്പം അവർ എൻ്റെ ഒരു സജഷനായിട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം റെഡിയാക്കാന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകണം കേട്ടോ. പോകുന്ന വഴിക്ക് ഈ ഒരു ബസ്സിനെ കണ്ട് അങ്ങനെയാണ് ഈ വീഡിയോ എടുത്തേട്ടോ. നമ്മുടെ പുറം നാട്ടിലൊക്കെ ഉള്ള ഒരു ടൈപ്പ് ബസ്. ഇനി പോണ വഴിക്ക് ഒന്ന് മുടിയൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് അവിടെ നിന്ന് കയറണം കേട്ടോ. അമ്മ വീട്ടിലെത്തിയിട്ടുണ്ട്. ചിരിക്കുന്നേ എൻ്റെ ലുക്കാണല്ലോ ഇത് ചിരിക്കുക കേട്ടോ. ഞാൻ വരുന്ന വഴിക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുടി വെട്ടാൻ വേണ്ടി കയറി. വീർത്തിരിക്കുന്നില്ലേ? അപ്പം 2 ദിവസം കഴിയുമ്പോൾ റെഡിയാവും. ഞാൻ വണ്ടി കയറട്ടെ. എന്തുവാ എന്തുവാ? എന്ത് ഏഴാണോ നോക്കിയത്? ഏഴെന്തുവാ? ഒരു മന്തി കഴിച്ചാലോ? ഇത് 7 നോക്കി കേട്ടോ. ഒരു മന്തി കഴിച്ചാലോ?
നിനക്കുണ്ടോ? ഇല്ല. എനിക്കില്ല. അപ്പം എൻ്റെ ന്യൂ ഫേസ് ഇതാണ് കേട്ടോ. ഞാൻ താടി എടുത്ത് ഒരുപാട് കാലത്തിന് ശേഷം 5-6 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് എൻ്റെ ബേഡ് ഞാൻ ക്ലീൻ ചെയ്തത്. എങ്ങനെ ആവുമെന്ന് അറിയാൻ വയ്യ കേട്ടോ. ഇതിനുണ്ടോ? ഓ കഷ്ടം. നീ ബൈക്കിൽ പോയപ്പോൾ കണ്ടയാ? ബൈക്കിൽ പോയപ്പോൾ കണ്ടാണോ? ചത്തറ തലയിൽ കൂടെ കയറി. കുഴപ്പമില്ല, പോട്ടെ. നീ പോട്ടെ, വിഷമിക്കണ്ട. പിന്നെ ഇപ്പം നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, വേറെ വണ്ടി ഇടിച്ചല്ലോ. ഞങ്ങളിവിടെ വന്നിരുന്നപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു കാറ് ആ പൂച്ചക്കുഞ്ഞിനെ ഇടിച്ചിട്ട് കേട്ടോ. ഈ മോൻ ബൈക്കിൽ വന്നു കേട്ടോ. അവനവിടെ നിർത്തിയിട്ട് അവൻ്റെ അച്ഛനുമായിട്ട് വന്നേ. പൂച്ചനെ ഞാൻ മാറ്റി കിടത്താൻ വേണ്ടി അങ്ങോട്ട് ചിലപ്പോൾ അവനോട് ഓടി വരുന്നത്. ലിജിക്ക് ഭയങ്കര വിഷമം അത് കണ്ടിട്ട്. ലിജി കാത്തിരിപ്പുണ്ട് കേട്ടോ. പക്ഷെ എന്തൊരു കാഴ്ചകളാണ്. അവൻ്റെ അമ്മയായിട്ടോ ബൈക്കിൽ വന്നതാ. മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. എന്റെ ലുക്ക് കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നത് കേട്ടോ. പക്ഷെ അടിപൊളിയായിട്ടുണ്ട് തോന്നി. ലിജി പറ്റുന്നുണ്ട് മാസ്ക് കേട്ടോ. സംശയം തോന്നിയിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു എക്സ്പ്രഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അത് അമ്മ പുറകെ വരുന്നുണ്ട്. എന്താ മാ എടുത്തോ? ആ കയറി കയറി കയറി. അത് പകുതി അവിടെ ഇരിക്കട്ടോ, കയറ്റിനെടുക്കാം. ആ ടി വിയുടെ സൗണ്ട് ഇറക്കട്ടെ. ആ പിന്നെ കറിക്കാൻ എന്നും കഴിക്കാൻ വേണ്ടിക്കൊണ്ട് വരുള്ളൂ. എങ്ങനെയാലും ആവശ്യത്തിലുള്ള പൈസ കൊടുത്തിട്ട് പോരുന്നേ. 10,000 രൂപയായി. പിന്നെ ഓ മാസ്ക് വെച്ചോണ്ട് ഇരിക്കാവളെന്ന് പറഞ്ഞു ഡോക്ടർ. നിങ്ങളുടെ ഒന്നും വായു ശ്വസിക്കരുതെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ ഞങ്ങൾ കുറച്ചുകൂടെ സ്പെഷ്യലാ. ഓ പിന്നെ മോനോട് ഊരാൻ പറയാം. തിന്നുമ്പോഴും ഊരുവല്ലോ. തിന്നാൻ ഊരുവല്ലോ മാസ്ക്. എന്നാ ഞാനും ഊരാം മാസ്ക്. ഞാൻ പോകോ 5 വർഷം നീണ്ട 5 വർഷത്തിന് ശേഷം സേവ് ചെയ്ത്. ഏത് ഇട്ടില്ല. ആ പിന്നെ വീഡിയോ ഒന്നും ഇട്ടില്ല. സേവ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട്? ആണല്ലേ? ഓ അടിപൊളി. അച്ഛാ കണ്ടില്ല. ലിജി എന്നോട് പറഞ്ഞ് മാസ്ക് ഇട്ടോണ്ട് വന്നാൽ മതി. ഈ എന്റെ മുഖം ഒരുമാതിരി ആയിട്ടെ വൃത്തികേടായില്ലേ. വേറെ ലുക്കാ കേട്ടോ. ഓ വല്ലാണ്ട്. അപ്പൊ ഗൈസ്, അപ്പൊ വീട്ടിലെത്തി കേട്ടോ. ഇന്നത്തെ രാവിലെ 9 മണിക്ക് പോയതാ വീട്ടിൽ നിന്ന്. 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോഴാ വരുന്നത്. എത്ര മണിക്കൂർ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഉറങ്ങി. കുറെ നാൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഷേവ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ച് മുഖമൊക്കെ വികൃതമായിട്ടുണ്ടാവുമായിരിക്കുന്നത്. ലിജി ആശുപത്രി കിടക്കുന്നതിന് മുന്നേ അങ്ങാണ്ട് ഷേവ് ചെയ്തതാ അല്ലേ? അതിനുശേഷം ഞാൻ ഷേവ് ചെയ്തിട്ടില്ല. അപ്പം ഗൈസ് പിന്നെ കാണാം കേട്ടോ. ചുമ്മാ സർപ്രൈസ്.